കോഴിക്കോട് NCPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. AK ശശീന്ദ്രൻ ഒളിയമ്പുമായി മുക്കം മുഹമ്മദ്. ജാതിയും മതവും നോക്കിയാണ് എലത്തൂരിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതെന്ന ആരോപണം. പാർട്ടിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ജനാധിപത്യപരമായ ചർച്ചകൾ ഉണ്ടാകണമെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. ജനാധിപത്യം ഉണ്ടാവണം. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചർച്ച ഉണ്ടാവണം, കൂടിയാലോചന ഉണ്ടാവണം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആലോചന ഉണ്ടാവണം. എവിടെയും കൂടിയാലോചിക്കേണ്ട, എവിടെയും ആലോചിക്കേണ്ട, എവിടെയും ചർച്ച ചെയ്യേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ NCP പ്രവർത്തകന്മാർക്ക് സാധ്യമല്ല എന്നുകൂടി തെളിയിക്കുന്ന കൺവെൻഷനാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. എല്ലാ കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രം വോട്ടുകൾ ചെയ്തു അതിനുവേണ്ടി പ്രവർത്തിച്ച് വിജയിപ്പിച്ച മതേതര മൂല്യമുള്ള പ്രവർത്തകന്മാർ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് നമ്മുടെ എലത്തൂർ നിയോജക മണ്ഡലം. അത്തരം നിയോജകമണ്ഡലത്തെ നോക്കി മതം പറയുക, ജാതി പറയുക, ഉപജാതി പറയുക ആർക്ക് യോജിച്ച പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ശരിയായ സമീപനങ്ങളല്ല. ഒരു ചെറിയ വിജയത്തിന് വേണ്ടി, ഒരു ചെറിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജാതിയും മതവും പറഞ്ഞാൽ എവിടെയാണ് ഈ രാജ്യം എത്തുക? കൂടുതൽ വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ, കോഴിക്കോട് NCPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു എന്നതിന്റെ ഉദാഹരണമാണോ AK ശശീന്ദ്രന് എതിരായ പരോക്ഷ വിമർശനവുമായി മുക്കം മുഹമ്മദ് എത്തിയിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെയാണ് NCPയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥിയെ ചൊല്ലി ഏറെ നാളായിട്ട് NCPക്കുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇതിനിടയിലാണ് ഈ AK ശശീന്ദ്രനെതിരെ കൃത്യമായി തന്നെ ഒളിയമ്പുമായി ഈ മുക്കം മുഹമ്മദ്, അതായത് NCPയുടെ ജില്ലാ സെക്രട്ടറിയാണ് മുക്കം മുഹമ്മദ്, രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനെതിരെ ഒരു വിഭാഗം ശക്തമായ എതിർപ്പ് കുറെ നാളുകളായി തുടരുകയാണ്. ഈ എലത്തൂരിൽ AK ശശീന്ദ്രൻ മാറി പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നാണ് ഈ മുക്കം മുഹമ്മദ് ഉൾപ്പെടെ നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്ന് ജില്ലയിലെ വിവിധ മണ്ഡലം കമ്മിറ്റികളൊക്കെ ഇതിനെതിരെ ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് NCPയിലെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു വിഭാഗം ഒരു ജില്ലാ കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയും ഇതിലാണ് ഇത്തരത്തിൽ മുക്കം മുഹമ്മദ് ശക്തമായി തന്നെ AK ശശീന്ദ്രനെതിരെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയിൽ നിന്നും പിന്മാറണം, മറ്റുള്ളവർക്ക് അതായത് NCPയിലെ മറ്റു നേതാക്കൾക്ക് അവസരം നൽകണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ചേർത്ത് വെക്കുന്നത്. അതായത് ഈ ജാതിയും മതവും നോക്കിയാണ് എലത്തൂരിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്നുള്ള ആരോപണം, അതായത് കൃത്യമായി തന്നെ അത്തരത്തിലല്ല, ഒരു മതേതര മണ്ഡലമാണ് എലത്തൂർ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് മുക്കം മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത്. ശരി, രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ്